ഫുട്ബോൾ ലോകകപ്പ് കളിക്കാൻ ഇന്ത്യ ഇനിയും കാത്തിരിക്കണം. പക്ഷേ ലോകകപ്പിന് മലയാളം സംസാരിക്കുന്ന ഒരാൾ പന്തു തട്ടുന്നത് കാണാൻ ഇനി അധികകാലം വേണ്ട. ഒരുപക്ഷെ ജൂൺ 13 അർദ്ധരാത്രി കാലിഫോർണിയയിലെ സാന്റാ ക്ലാര നഗരത്തിലുള്ള ലെവി സ്റ്റേഡിയത്തിൽ അത് സംഭവിച്ചേക്കാം. ആ നിമിഷത്തിനായുള്ള കാത്തിരിപ്പാണ് ഇനി ലോകമാകെയുള്ള മലയാളിക്ക്, കേരളത്തിനും. ആരാണ് തഹ്സീൻ മുഹമ്മദ് ജംഷീദ്? സാമൂഹിക മാധ്യമങ്ങളിൽ കുറച്ചു കാലമായി തിരയുന്ന നാമമാണിത്, പ്രത്യേകിച്ച് മലയാളി ഫുട്ബോൾ പ്രേമികൾ. അതെ, തലശ്ശേരിക്കാരനാണ് കക്ഷി. ഖത്തർ ദേശീയ ഫുട്ബോൾ ടീമംഗം. ലോകകപ്പിനുള്ള ഖത്തർ ടീമിൽ ഒരുപക്ഷെ ഉൾപ്പെട്ടേക്കാമെന്ന വിവരം പുറത്തു വന്നതോടെയാണ് തഹ്സീൻ മുഹമ്മദ് ജംഷീദ് ഫുട്ബോൾ പ്രേമികൾക്കിടയിൽ ചർച്ചയായത്. ലോകകപ്പിനുള്ള ഖത്തർ ടീമിൽ നിന്ന് വെറ്ററൻ താരങ്ങളെയെല്ലാം വെട്ടിയാണ് പരിശീലകൻ ജൂലൻ ലെപെറ്റഗി ടീം പ്രഖ്യാപിച്ചത്. അയർലൻഡിനെതിരായ സന്നാഹ മത്സരത്തിനു ശേഷമായിരുന്നു 26 അംഗ ലോകകപ്പ് ടീമിന്റെ പ്രഖ്യാപനം. സീനിയർ താരങ്ങളായ സെബാസ്റ്റ്യൻ സോരിയ, താരിഖ് സൽമാൻ, ബാസം അൽ റാവി, മുഹമ്മദ് വാദ്, മുബാറക് ഷനാൻ, തിയാൻ മേസൺ, ഫഹദ് യൂനുസ് എന്നിവരെല്ലാം ലോകകപ്പിനുള്ള ടീമിൽ നിന്ന് പുറത്താണ്. മുന്നേറ്റക്കാരൻ അക്രം അഫീഫാണ് നായകൻ. ഖത്തറിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരൻ അൽമുസലിയും സംഘത്തിലുണ്ട്. പുതുമുഖ താരങ്ങൾക്ക് അവസരം നൽകിക്കൊണ്ടാണ് ജൂലൻ ലെപെറ്റഗിയുടെ ടീം അമേരിക്കയിലേക്ക് പറക്കുന്നത്. ആ സംഘത്തിലാണ് തഹ്സീൻ മുഹമ്മദ് ഉൾപ്പെട്ടത്. ലോകകപ്പ് ടീമിൽ ഇടം നേടുന്ന ആദ്യ മലയാളി താരമെന്ന റെക്കോർഡ് നേട്ടമാണ് കരസ്ഥമാക്കുന്നതും. ഫുട്ബോളിൽ തഹ്സീന്റെ കരിയറിന് പിന്നിൽ ഒരു പരിക്കിന്റെയും കുടിയേറ്റത്തിന്റെയും കഥയുണ്ട്, അഥവാ പ്രവാസിയായ പിതാവിന്റെ കഥയും കഠിനാധ്വാനവും.